കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തത് ബോസ് സ്റ്റാൻസ് ആയിരുന്നു. അത് രണ്ട് കാലിലേക്ക് മാറി മാറി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഒരു സൈഡിൽ നിന്ന് നമ്മൾ കാണിച്ചിരുന്നത്. ഇനി നമുക്കുള്ളത് അതിൻ്റെ ബോസ് സ്റ്റാൻസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്റ്റാൻസാണ് എംപ്റ്റി സ്റ്റാൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ബോസ് സ്റ്റാൻസിൻ്റെ പൊസിഷൻ ഇതായിരുന്നു. ഓക്കെ, ഇതിൽ ബാക്കിലേക്ക് വെയിറ്റ് ഷിഫ്റ്റ് ചെയ്താൽ അത് എംപ്റ്റി സ്റ്റാൻസ് ആണ്. നമ്മൾ ഒന്ന് സൈഡിൽ നിന്ന് നോക്കാം. നമുക്ക് വെയിറ്റ് ഷിഫ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് കാലുകളൊന്ന് വെച്ച് സിമ്പിൾ ഫോമിൽ ഇവിടുന്ന് വെയിറ്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്റ്റി സ്റ്റാൻസ്. കാല് കുറച്ചും കൂടെ അടുത്ത് വയ്ക്കുന്ന രീതിയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എംപ്റ്റിയിൽ നിൽക്കുന്നത് ബാക്ക് വെയിറ്റഡ് എംപ്റ്റി സ്റ്റാൻസ് എന്നുള്ളത് പറയാറുണ്ട്. ഇതേ എംപ്റ്റി സ്റ്റാൻസിൽ തന്നെ കാല് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, ഈ സൈഡിൽ നിന്ന് കാണിക്കാം. സോറി, വെയിറ്റ് ഷിഫ്റ്റ് ചെയ്തു. അവിടെ നമ്മൾ അവിടെ അങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ എംപ്റ്റി സ്റ്റാൻസ് ടോസ് എന്ന് പറയാറുണ്ട്. ഇതിപ്പോൾ ബാക്കിലാണല്ലോ, ബാക്ക് വെയിറ്റഡ് ആണ് എംപ്റ്റി സ്റ്റാൻസ് എന്ന്. ടോസ് എംപ്റ്റി സ്റ്റാൻസ് എന്ന് പറയാൻ കാരണം ഈ കാലം എൻ്റെ തള്ള വിരൽ അങ്ങനെ തട്ടി നിൽക്കുന്ന രീതിയിലാണ് ടോസ് എംപ്റ്റി സ്റ്റാൻസ് എന്ന് പറയാറുണ്ട്. ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനെ ഫ്രണ്ട് വെയിറ്റഡ് എംപ്റ്റി സ്റ്റാൻസ് എന്ന് പറയാറുണ്ട്. ഫ്യൂച്ചറിൽ നമ്മൾ ടോയിൽ സ്റ്റെപ്പൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉപയോഗം നമുക്ക് ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളതാണെങ്കിലും ഇപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഡിസ്റ്റൻസിൽ കാല് വയ്ക്കുക. അങ്ങനെ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ബോഡി നാച്ചുറലി നമ്മുടെ ബോഡിയുടെ അലൈൻമെൻറ്റ് വരുന്നത് കാലിനോട് പെർപെൻഡിക്കുലറായിട്ട് ഈ ബാക്കിലുള്ള വെയിറ്റ് നിൽക്കുന്ന കാലിന് പാരലായിട്ടായിരിക്കും നമ്മുടെ ബോഡിയുടെ പൊസിഷൻ വരുന്നത്. ഇതിലൊക്കെ ഹെഡ് അപ്പ് ചെയ്യുക, ബ്രീത്തിങ് ചെയ്യുക. കുളിക്കുന്ന സമയത്ത് എൻ്റെ കാലിലും എംപ്റ്റി സ്റ്റാൻസ് നിൽക്കുക. റിലാക്സ്, കൈകളെ റിലാക്സ് ചെയ്യുക. ഇടുപ്പിൽ വെച്ചിട്ട് ടോസിലാണെങ്കിൽ അങ്ങനെ നിൽക്കാം. കുറച്ച് സമയം ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഫോം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഒരെണ്ണം കൂടെ പ്രാക്ടീസ് ചെയ്യാൻ ഇന്ന് സമയം ഉണ്ടാവുമെന്ന് കരുതുന്നു. ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാം. ഹോഴ്സ് സ്റ്റാൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻസ് കൂടെ കണ്ടു. നമ്മൾ സാധാരണ എല്ലാത്തിലും നമ്മൾ ഓപ്പണിംഗ് സ്റ്റാൻസിൽ നിൽക്കുകയെന്ന് പറഞ്ഞു. ഇത് അതിന് പകരം അതിൻ്റെ ഒരു ഡബിൾ ഓപ്പണിംഗ് സ്റ്റാൻസിലേക്ക് പോയതിന് ശേഷം ഇങ്ങനെ നിൽക്കുന്നതാണ് ഹോഴ്സ് സ്റ്റാൻസ് എന്ന് പറയുന്നത്. അതിൽ ഹോഴ്സ് സ്റ്റാൻസ് നമ്മൾ കുതിരപ്പുറത്തിരിക്കുന്നത് കണ്ടോ, കുതിരപ്പുറത്തിരുന്ന് ഇങ്ങനെ പോകുന്ന ഒരു രീതി നിങ്ങളാകൊണ്ടാണ് ഇതിൽ ഹോഴ്സ് സ്റ്റാൻസ് എന്ന് പറയുന്നത്. ബാക്ക് ബോൺ വളരെ നല്ലതാണ്. കാലുകൾ വൈഡൻ ആവാനും കാലുകൾ സ്ട്രെങ്തൻ ചെയ്യാൻ, കാലുകളുടെ സ്ട്രെങ്ത് കൂടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് ഇരുന്ന് കുറച്ച് തഴക്കം വരുമ്പോൾ നമുക്ക് നല്ല ആഴത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. തുടക്കത്തിൽ നിങ്ങൾ താഴ്ന്നിരിക്കാനല്ല ശ്രദ്ധിക്കേണ്ടത്, ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധ കൊണ്ടുവരുന്നത്. അപ്പോൾ തുടക്കത്തിൽ കാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടക്കക്കാർക്ക് ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒരു നാരോ ഹോഴ്സ് സ്റ്റാൻസ് എന്ന് പറയാം. എന്നിട്ട് വൈഡാണല്ലോ, അപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞ ഡബിൾ വിഡ്ത്തിലേക്ക് പോകുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ പോയിട്ടിരിക്കുക എന്നുള്ളതാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട രീതി. ഇപ്പോൾ അത്രയും പോവാതെ കുറച്ചൊന്ന് വൈഡൻ ചെയ്തിട്ട്, അതായത് ഓപ്പണിംഗ് സ്റ്റാൻസിന് ഇത്രയേ ഉള്ളൂ, അതിനേക്കാളും കുറച്ചൊന്ന് വൈഡൻ ചെയ്തിട്ട് ഈ രീതിയിൽ ഒന്ന് നിന്നിട്ട് സ്റ്റാൻസിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. റിലാക്സ്ഡ്, ഷോൾഡർ റിലാക്സ്ഡ് ആവുക. ബാക്കി കൺസെപ്റ്റുകളൊക്കെ അതുപോലെ തന്നെയാണ്. ചിൻ അപ്പാണ്, ബാക്ക് ബോൺ സ്ട്രൈറ്റ് ആണ്, ഡാൻഡിയാനിലേക്ക് ബ്രീത്തിങ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പ്രധാനപ്പെട്ട സ്റ്റാൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഓപ്പണിംഗ് സ്റ്റാൻസ്, ബോസ് സ്റ്റാൻസ്, എംപ്റ്റി സ്റ്റാൻസ്, ഹോഴ്സ് സ്റ്റാൻസ്. ഇത്രയും സ്റ്റാൻസ് ഒന്ന് തറവാക്കുക. എല്ലാ ദിവസവും പ്രാക്ടീസിൻ്റെ ഭാഗമാക്കിയിട്ട് ഇതിനെ ഉൾക്കൊള്ളിക്കുക. അടുത്ത വീഡിയോ മുതൽ നമുക്ക് മൂവ്സ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, സി യു ആൾ.